ഹോ, ഒന്നും പറയണ്ട, കത്തിപ്പിടിക്കുന്ന തീയാണ്. 5 മണി കഴിഞ്ഞിട്ടും വെയിലിന് ഒരു ശമനവും ഇല്ല. അപ്പോൾ ഇന്ന് എന്തായാലും ചായ വേണ്ടെന്ന് തീരുമാനിച്ചു. നമുക്ക് പൊട്ടുവെള്ളരി ജ്യൂസ് അടിക്കാം കേട്ടോ. ഈ പൊട്ടുവെള്ളരിയില്ലേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും ഉപയോഗിക്കാൻ പോകുന്നതും ഒക്കെ. പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിലും നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്സ്ചർ എന്താണ് അങ്ങനെയൊന്നും അറിയില്ല. എന്തായാലും ശരീരത്തിന് നല്ലതാണെന്ന് മാത്രം അറിയാം. ഒരു സ്പൂൺ എടുത്ത് കഴിച്ചു നോക്കിയപ്പോഴേ നമ്മുടെ ആപ്പിളിന് മധുരമില്ലാത്ത ഒരു സ്പോഞ്ച് പോലത്തെ ആപ്പിൾ കിട്ടില്ലേ, ആ ഒരു ടെക്സ്ചർ, മധുരം ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു ഫ്ലേവറും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇതാ പല വീഡിയോസിലും പല രീതിയിലൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാ രീതിയും അങ്ങ് ഉണ്ടാക്കി നോക്കിയേക്കാമെന്ന് കരുതി. അപ്പോൾ ഫസ്റ്റ് കുറച്ച് പൊട്ടുവെള്ളരിയുടെ കഷ്ണങ്ങൾ എടുത്തിട്ട് നന്നായിട്ട് ചതച്ചെടുത്തു, അങ്ങനെ ഉടച്ചെടുത്തു. അതിനകത്തേക്ക് കുറച്ച് തേങ്ങാവെള്ളവും തേങ്ങാപ്പീരയും കുറച്ച് ശർക്കരയും എല്ലാം കൂടെ ഇട്ട് നല്ലൊരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ, പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത്രയും ടേസ്റ്റ് വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി ഒരു ഗ്ലാസ്സിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഏതായാലും വേറെ 2-3 രീതിയും കൂടെ നമുക്കൊന്ന് നോക്കാമല്ലോ എന്ന് കരുതി. ഏതാ നല്ലതെന്ന് അറിയണമല്ലോ. എന്തായാലും ഇത് തന്നെയാണ് കേട്ടോ പൊളിയായിട്ടുള്ളത്. രണ്ടാമത്തെ സെറ്റായിട്ട് ഞാൻ കുറച്ച് പൊട്ടുവെള്ളരി എടുത്ത് മിക്സിയിലിട്ടിട്ട് കുറച്ച് പഞ്ചസാരയും ഏലക്കായും പിന്നെ നമ്മുടെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. നല്ലൊരു ജ്യൂസ് പോലെ മിൽക്ക് ഷേക്ക് പോലെയൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ അത്രയും അങ്ങോട്ട് അരയണ്ട, അത്രയും അങ്ങോട്ട് ലൂസ് ആവണ്ടെന്ന് കരുതിയിട്ട് അടുത്ത പ്രാവശ്യം കുറച്ച് വാനില എസൻസും കുറച്ച് പഞ്ചസാരയും കുറച്ച് പശുവും പാലും എല്ലാം കൂടി ഇട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. അത്രയും അങ്ങോട്ട് അരച്ചിട്ടില്ല. അപ്പോൾ നല്ല ഒരു ഐസ്ക്രീം പോലെയൊക്കെ, ഐസ്ക്രീം ഇടാട്ടോ ഇതിൻ്റെ മുകളിൽ, ഭയങ്കര ടേസ്റ്റാണ്. 3 അടിപൊളിയായിരുന്നു. പക്ഷേ എന്നാലും ആ ശർക്കരയും തേങ്ങാപ്പീര ഇട്ട ആ ഒരു ഫ്ലേവറാണ് കേട്ടോ ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപാട് ഇഷ്ടമായത്. ഞാനിതെല്ലാം ആക്കിയിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു, കാരണം പ്രജി വരുമ്പോൾ ഒരുമിച്ച് കഴിക്കാമെന്ന് കരുതി. പക്ഷെ ഉണ്ടാക്കിയപ്പോൾ ബാക്കി ഈ ഗ്ലാസ്സിൽ ഒഴിച്ചതിൻ്റെ ബാക്കി വന്നതെല്ലാം ഞാൻ കുടിച്ചു കേട്ടോ. ഭയങ്കര ടേസ്റ്റും നല്ല ചൂടുമായിരുന്നു, ശരീരം ഒന്ന് തണുപ്പിക്കണമല്ലോ. അപ്പോൾ പ്രജിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ശർക്കര ഇട്ടതാണേ.